ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അലീന താൻ ശരണ്യയുടെ പഠന ചിലവ് ഏറ്റെടുത്ത കാര്യം ബാലചന്ദ്രനോട് പറയുന്നു. ശരണ്യയെ പഠിപ്പിക്കാൻ നിനക്ക് എന്റെ സഹായമൊന്നും വേണ്ടേ? ബാലചന്ദ്രൻ ചോദിക്കുന്നു. അച്ഛൻ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അച്ഛനോട് സഹായം ചോദിക്കാൻ മടിയാണ്. മാത്രമല്ല, ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ ആശ്രയിക്കാനേ കഴിയുള്ളൂ. ബാലചന്ദ്രൻ പറയുന്നു. ശരണ്യ പഠിച്ച് രക്ഷപ്പെട്ടാൽ നമുക്കത് സന്തോഷമുള്ള കാര്യമല്ലേ? നമുക്ക് ആ കാര്യം ആലോചിക്കാം. അടുത്തതായി കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ്. ഗ്രേസമ്മ ആന്റി രേവതിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് മാമച്ചൻ ഉറങ്ങുന്നത് കാട്ടിക്കൊടുക്കുന്നു. രേവതിക്കുട്ടിയുടെ വിളികേട്ട് ഞെട്ടിയുണർന്ന മാമച്ചൻ ഉറക്കപ്പിച്ച് പറയുന്നുണ്ട്. മാമച്ചനോട് പാവയ്ക്ക ജ്യൂസ് കുടിച്ചതിന് ശേഷം 10 റൗണ്ട് പുറത്തുപോയി നടന്നിട്ട് വരാൻ രേവതിക്കുട്ടി പറയുന്നു. മാത്രമല്ല, മാമച്ചന്റെ ഫോണും വാങ്ങിവെക്കുന്നു. ഇനി മുതൽ ഭക്ഷണം കഴിച്ചാൽ ഉടനടിയുള്ള ഉറക്കം ഇവിടെ പറ്റില്ല. ഗ്രേസമ്മ ആന്റിയും രേവതിക്കുട്ടിയും ചേർന്ന് മടി പിടിച്ചിരിക്കുന്ന മാമച്ചനെ തള്ളി റൂമിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ബബിത ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ്. അലീനയാണ് വാതിൽ തുറക്കുന്നത്. അലീന കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. വിചാരിച്ച പോലെ കുഴപ്പമൊന്നും കോളേജിൽ ഉണ്ടായിട്ടില്ല. അതിനിടയിൽ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ബബിതയോട് കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അലീന ചേച്ചി ഇടപെട്ടതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അലീന ബബിതക്കും ബാലചന്ദ്രനും ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എല്ലാവരും നന്നായി വരുന്നുണ്ട്. അത് കാണുമ്പോൾ അച്ഛന് വലിയ സന്തോഷമാണ്. ബാലചന്ദ്രൻ പറയുന്നു. അമ്മയ്ക്ക് മാത്രം മാറ്റമില്ലല്ലോ? ബബിത ചോദിക്കുന്നു. അമ്മയുടെ സ്വഭാവം മാറണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഞാൻ അമ്മയുടെ സ്വഭാവമാണോ? ബബിത ബാലചന്ദ്രനോട് ചോദിക്കുന്നു. മക്കൾക്ക് അച്ഛനമ്മമാരുടെ സ്വഭാവമല്ലേ ഉണ്ടാവുക? എല്ലാവരുടെ സ്വഭാവത്തിലും പോസിറ്റീവും നെഗറ്റീവുമുണ്ട്. നെഗറ്റീവിനെ നമ്മൾ വിവേകത്തോടെ ഇല്ലാതാക്കണം. എന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? ബബിത ചോദിക്കുന്നു. നീ നല്ല കുട്ടിയായിക്കൊണ്ടിരിക്കുന്നു. ബബിത നേരെ റൂമിലേക്ക് വരുന്നു. അവിടെ കൃഷ്ണ കിടക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കോളേജിലെ ദിവസം? കൃഷ്ണ ചോദിക്കുന്നു. ഞാൻ വിചാരിച്ച അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അലീന ചേച്ചി ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. ബബിതയും കൃഷ്ണയും സംസാരിക്കുന്നതിനിടയിൽ വൈജയന്തി കയറി വരുന്നു. നീ കോളേജിലെല്ലാം പോയി തുടങ്ങിയോ? ബബിതയോട് ചോദിക്കുന്നു. അച്ഛനും അലീനയും നിർബന്ധിച്ചപ്പോൾ 1 വർഷം വെറുതെ കളയണ്ടല്ലോ, പോകാം എന്ന് തോന്നി. നാണമില്ലേ നിനക്ക്? ഒരു വേലക്കാരിയുടെ വാക്കുകേട്ട് കോളേജിൽ പോയിരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ 1 വർഷം പോയാലും കുഴപ്പമില്ല, അടുത്ത വർഷം കോളേജിൽ പോയാൽ മതി എന്ന്. എന്റെ വാക്കിനേക്കാൾ വലുത് നിനക്ക് ആ വേലക്കാരിയുടെ വാക്കാണല്ലേ? മക്കളും അച്ഛനെ പോലെ അവളുടെ വലയിലായി. വൈജയന്തി ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ കാണിക്കുന്നത് മാമച്ചനെയാണ്. രേവതിക്കുട്ടിയുടെ കണ്ണുവെട്ടിച്ച് നടക്കുകയാണ് മാമച്ചൻ. ഗ്രേസമ്മ മാമച്ചനോട് പറയുന്നു. നിങ്ങളോട് 10 റൗണ്ട് നടക്കാൻ പറഞ്ഞതല്ലേ? ആ പെണ്ണ് കാണണ്ട. ഇതു കേട്ട് രേവതിക്കുട്ടി വരുന്നു. ഇതുവരെ നടന്നു തീർന്നില്ലേ? രേവതിക്കുട്ടി ചോദിക്കുന്നു. ഗ്രേസമ്മ പറഞ്ഞിട്ടാണ് ഞാൻ നടക്കാത്തത്. എങ്കിൽ വേണ്ട, ഈ വെയിലത്ത് നടക്കണ്ട. പറമ്പിലൂടെ 10 റൗണ്ട് നടന്നാൽ മതി. രേവതിക്കുട്ടി പറയുന്നു. മാമച്ചൻ രേവതിക്കുട്ടിയോട് തന്റെ ഫോൺ അന്വേഷിക്കുന്നു. കുറെ നേരമായി ഫോൺ റിങ് ചെയ്യുന്നു. രേവതിക്കുട്ടി പറയുന്നു. മാമച്ചൻ തിരിച്ച് കോൾ ചെയ്യുന്നു. ഞാൻ ടോണിയാണ്. എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മാമച്ചൻ പറയുന്നു. എനിക്ക് മാമച്ചനെ ഒന്ന് കാണണം. ടോണി മാമച്ചനെ കാണാൻ വീട്ടിലേക്ക് വരാം എന്ന് സമ്മതിക്കുന്നു. എന്തിനായിരിക്കും ടോണി വരുന്നത്? എന്തായിരിക്കും ടോണിക്ക് പറയാനുള്ളത് എന്നെല്ലാം ആലോചിച്ച് തല പുകക്കുകയാണ് രേവതിക്കുട്ടി. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. അലീനയെ കൊണ്ടുവിട്ടതിനുശേഷം മനു കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് വരികയാണ്. കമലയാണ് വാതിൽ തുറക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ മനുവിനോട് കമല പോയ കാര്യം എന്തായി എന്ന് തിരക്കുന്നു. മനു അച്ഛനെവിടെ എന്ന് അന്വേഷിക്കുന്നു. കമല ശിവേട്ടനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുവരുന്നു. അച്ഛൻ വരുമ്പോൾ മനു കാര്യം പറയുന്നു. ഞാൻ അലീനയുടെ കൂടെ ശരണ്യയെ കാണാൻ പോയിരുന്നു. അച്ഛനും അമ്മയും വിചാരിക്കുന്നത് പോലെ ഞാൻ ഹരിയുടെ കാര്യം സംസാരിക്കാനല്ല പോയത്. ശരണ്യക്ക് അലീനയെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അലീനയ്ക്ക് കൂട്ടുപോയതാണ് ഞാൻ. അപ്പോ ഹരിയുടെ കാര്യം നീ പറഞ്ഞില്ലേ? കമല ചോദിക്കുന്നു.